ഹായ്, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ ചേട്ടൻ്റെ അമ്മയും ചേട്ടായിയും മകനും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ വെഡ്ഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ അപ്പോൾ പാലക്കാട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അവർ വന്നതാണ് കേട്ടോ. എല്ലാവരും ബിസിയാണ്, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ വളരെ അപൂർവമൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ രാവിലേക്ക് പുട്ടും കടലക്കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഒരു 11:30 ട്രെയിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഒരുപാട് വൈകി വന്നതുകൊണ്ട് തന്നെ വാവാച്ചിയും അന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അന്ന് സ്കൂളുള്ള ദിവസമാണ്, പക്ഷെ സമയം വൈകിയത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പം എന്നാൽ ഇവരെ ട്രെയിൻ കയറ്റി വിടാമെന്ന് പറഞ്ഞ് ചേട്ടനും വാവാച്ചിയും കൂടി കേട്ടോ പോകുന്നത് ആക്കാനായിട്ട്. പിന്നെ പോകാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് വിഷമം തന്നെയാണ്. അത് ആരായാലും തന്നെ അങ്ങനെ തന്നെയാണ്. വളരെ അപൂർവമാണ് ഇവരൊക്കെ വരാറുള്ളത്. എറണാകുളത്താണ് ചേട്ടൻ്റെ വീടുള്ളപ്പോൾ അവരവിടെയാണ്. അപ്പോൾ എപ്പോഴും അടിക്കടി വരുന്നതല്ല, വളരെ അപൂർവം. ഇടയ്ക്ക് കുറേ മാസങ്ങളൊക്കെ കൂടിയിട്ടൊക്കെയാണ് വരാറുള്ളത്. നമ്മളിടയ്ക്ക് ആ വഴി പോകുമ്പോൾ പോകും, പിന്നെ പ്രോഗ്രാംസിന് പോകുന്ന ആ വഴിക്കാണെങ്കിൽ പോകും, അല്ലാതെ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ പോകും, അങ്ങനെയൊക്കെയാണ് കേട്ടോ പോകാറുള്ളത്. അപ്പോൾ ഞങ്ങൾ അവരെ യാത്രയാക്കാൻ നിൽക്കുകയാണ്. അച്ഛനും അമ്മയും കൂടെ ഉണ്ടല്ലോ കൂടെ. അങ്ങനെ അവരെ ട്രെയിൻ കയറ്റി വിടാനായിട്ട് വാവാച്ചിയും ചേട്ടനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെ അവരെ യാത്രയാക്കി പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ അവർ പോകുന്നത്. അപ്പോൾ ഏകദേശം 4-4.5 മണിക്കൂറോളം ട്രെയിനിൽ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അവരെ യാത്രയാക്കി വിട്ടു കേട്ടോ. പിന്നെ അവരെ വിട്ടതിന് ശേഷം നേരെ ചിറ്റൂർ വീട്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. കാര്യം അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് തേങ്ങ എടുക്കാനുണ്ട്, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് ചെറിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാൽ അച്ഛൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടെ ചേട്ടൻ തിരിച്ചു വന്നു. അവരാക്കി വന്നപ്പോൾ ഞങ്ങൾ റെഡിയായി നിന്നു. അങ്ങനെ ഞങ്ങൾ ചിറ്റൂരേക്ക് വന്നു കേട്ടോ. ചിറ്റൂർ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മേനെ അവിടെ നിർത്തിയതാണ്. അപ്പോൾ അമ്മയും കൂട്ടിയിട്ട് വന്നിട്ട് ചെടിയൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ച് ചെടിയൊക്കെ നനയ്ക്കാം, അല്ലെങ്കിൽ വെയിലുള്ളത് കൊണ്ട് ചെടിയൊക്കെ വാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെടിയും നനയ്ക്കാൻ, കുറച്ച് മാങ്ങ ഉള്ളതെടുക്കാൻ, തേങ്ങയുണ്ട്, അങ്ങനെ വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഷെഡിലായിരുന്നു തേങ്ങയുള്ളത്. അപ്പോൾ അവിടെ നോക്കിയ സമയത്ത് ഒരു അനക്കം കേട്ടിട്ട് ഞാൻ നോക്കിയതാണ്. പാമ്പോ എന്തെങ്കിലും ആണോ എന്നറിയില്ലല്ലോ. നോക്കിയപ്പോൾ വേറൊന്നുമല്ല, ഒരു പൂച്ചക്കുട്ടൻ അവിടെ പ്രസവിച്ച് സുഖമായി കിടക്കുന്നുണ്ട്. 3-4 കുഞ്ഞുങ്ങളുണ്ട്. വലുതായി അത് കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടുന്ന ശബ്ദമാണ് കേട്ടോ കേട്ടത്. അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ എടുത്തു. പച്ചത്തേങ്ങയൊക്കെ പൊതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഉണക്കത്തേങ്ങയൊക്കെ നമ്മൾ പൊതിച്ച് കുറച്ച് തേങ്ങ പറയാൻ മാത്രം ഒരുപാടൊന്നുമില്ല, എങ്കിലും ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തരാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് കവറിലാക്കി നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. പിന്നെ ഈ ഉണക്കമടലും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇനി റെയിനി സീസൺ വരുന്ന സമയത്ത് വെള്ളം ചൂടാക്കാനും കാര്യങ്ങളൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുമെല്ലാം നമ്മൾ കൂട്ടി വയ്ക്കാറുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും പൂച്ചക്കുട്ടന്മാർ വീണ്ടും അതിലേക്ക് കയറി കേട്ടോ. അങ്ങനെ വന്നു. പിന്നെ കുറച്ച് മാങ്ങയാണ് നമ്മുടെ ഉണ്ടായി നിൽക്കുന്നത്. സീസൺ അല്ല എങ്കിലും കുറച്ച് മാങ്ങ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷെഡിൻ്റെ മേലെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് എത്തിച്ച് പറിക്കാനേ ഉള്ളൂ കേട്ടോ. എങ്കിലും 1-2 നമ്മൾ കണ്ടുള്ളൂ, പക്ഷെ പറിക്കാൻ തുടങ്ങി അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ ഒരു 10-12ഓളം മാങ്ങകൾ നമുക്ക് കിട്ടിയിട്ടോ. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയല്ല, വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റും. അത് പഴുക്കുമ്പോഴത്തേക്കും കുറച്ച് പുഴുവൊക്കെ വരുന്ന ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ ചെറിയ തോട്ടിയും വലിയ തോട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ പറിച്ചെടുത്തു അത്യാവശ്യം. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കി കഴിയുമ്പോഴാണ് ഉള്ളിലൊക്കെ കുറച്ച് മാങ്ങ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ. പുറമേ നോക്കിയപ്പോൾ നമ്മൾ 1-2 ഒക്കെ കണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതിലുണ്ടായിരുന്ന എല്ലാ മാങ്ങയും പറിച്ചെടുത്ത് കവറിലാക്കി കേട്ടോ. പിന്നെ അത്യാവശ്യം മൂത്ത് വരുമ്പോഴത്തേക്കും വണ്ണാനൊക്കെ വന്ന് കടിക്കുകയും തിന്നുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഈ മാങ്ങ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറൈറ്റി അച്ചാറുകളൊക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കും കേട്ടോ. പിന്നെ മാങ്ങ ഉണക്കി വയ്ക്കും. പിന്നെ അങ്ങനെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. ഈ സീസൺ അല്ലാത്ത സമയത്ത് മാങ്ങ കിട്ടിയപ്പോൾ ഹാപ്പി ആയിട്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ പിന്നെ തൊട്ട് ഫ്രണ്ടിലുള്ള ആൻറ്റിയുടെ വീട്ടിൽ, നെയ്ബർ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടോ. അവിടെ അവിടുത്തെ കുട്ടിയുടെ മകളുണ്ട്. അപ്പോൾ ഇതാണ് നമാനിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴും ചെല്ലുന്ന സമയത്ത് നമ്മളവിടെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് നാണം വന്നിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്.
അവളുടെ അമ്മ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവളും അവളുടെ മുത്തശ്ശിയും മാത്രമാണ് കേട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം എവിടെയോ അമ്പലത്തിലെവിടെയോ ഇപ്പോൾ വാങ്ങിച്ച ടോയൊക്കെ കൊണ്ടുവന്ന് തന്നെ കാണിച്ചു തന്നിട്ട് അങ്ങനെ ഇരിക്കുക. ഞാൻ വിളിച്ചിട്ട് അവൾ വന്നില്ല. അപ്പോൾ അതാണ് നമാമി കേട്ടോ. പിന്നെ നമുക്ക് ലവ് ബേർഡ്സിന് കുറച്ച് തീറ്റ കൊടുക്കാനുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും അങ്ങോട്ട് വന്ന സമയത്ത് പിന്നെ ഇതിന് കൊടുക്കാൻ പറ്റൂലല്ലോ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു കൂടാണ്. പിന്നെ നമ്മൾ ടൗണിലേക്ക് ഇത് കൊണ്ടുപോയിട്ടില്ല, കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് തീറ്റ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും കൊടുക്കണം, വെള്ളം വെക്കണം, അങ്ങനെ കുറച്ച് കിളികളുള്ളൂ കേട്ടോ. ഒരു 5-6 ബേർഡ്സ് ഇപ്പോൾ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഫിഞ്ചസാണുള്ളത്. ഫിഞ്ചസും വളരെ കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ ഇതിലിടുന്ന മുട്ടകളെല്ലാം അവർ തന്നെ പൊട്ടിക്കുന്നു. അത് കാരണം തന്നെ കുഞ്ഞുങ്ങൾ 2-3 ഉണ്ടായി. പിന്നെ ഉള്ളതൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനും മാറ്റണം, തീറ്റയൊക്കെ മാറ്റി കൊടുക്കണം. അപ്പോഴത്തേക്കുമാണ് അതിൽ കൂടെ നമ്മുടെ വെജിറ്റബിൾ വണ്ടി വന്നത് കേട്ടോ, പച്ചക്കറി വണ്ടി. എപ്പോഴും അവിടെ അമ്മ ഇതിലൊക്കെയാണ്, ഇവരുടെ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് വാങ്ങിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് നമാമിക്കുട്ടിയുടെ അച്ഛമ്മയാണ് കേട്ടോ ഇത്. എല്ലാ ആഴ്ചയിലും 2 ദിവസം ഈ പച്ചക്കറിക്കാർ അതിലേ വരും കേട്ടോ. അവരെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് ഉണ്ടാവാറുള്ളത്. അവർ എപ്പോഴും മിക്കവാറും തന്നെ നമ്മളും പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഇവരെ കാണാറുമുണ്ട് കേട്ടോ. രാവിലെ പൊള്ളാച്ചി മാർക്കറ്റിൽ നിന്ന് ഇവർ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് വരുന്ന വഴിക്കാണ് കേട്ടോ നമ്മൾ കാണാറുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങളും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.